പിന്നെ കഴിഞ്ഞ ദിവസം ഈ കോതമംഗലത്ത് 6 വയസ്സുകാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വലിയ വാർത്തകൾ പുറത്ത് വരുന്നുണ്ട്. കോതമംഗലം നെല്ലിക്കുഴിയിലെ 6 വയസ്സുകാരിയുടെ കൊലപാതകത്തിന് പിന്നിൽ ദുരൂഹതകൾ. കുട്ടിയുടെ രണ്ടാനമ്മ അനീഷയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കുട്ടിയുടെ പിതാവ് അജാസ് ഖാനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇവരുടെ അയൽവാസിയായ ഒരാളെ കൂടി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നു. വിവരങ്ങളുമായി കിരൺകുമാർ ചേരുന്നു. കിരൺ, നമ്മളെല്ലാം ഞെട്ടിപ്പിച്ച വാർത്തയാണ്. 6 വയസ്സുകാരിയുടെ മരണം അത് കൊലപാതകമാണ് എന്ന് തെളിയുന്നു. അതിന് പിന്നിൽ രണ്ടാനമ്മയാണ്, അച്ഛനും കൂടെ ചേർന്നുള്ള ഒരു കൊലപാതകം. ഇപ്പോൾ അയൽവാസിയെ കൂടി കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. ഈ 6 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ ചില ദുരൂഹതകൾ കൂടി പുറത്തു വരികയാണ്. ഈ കൊലപാതകത്തിന് പിന്നിൽ ദുർമന്ത്രവാദമാണോ എന്നതടക്കമുള്ള സംശയങ്ങൾ ഉയരുന്നുണ്ട്. ഇന്നലെ രാവിലെയായിരുന്നു കുട്ടിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മിനിഞ്ഞാന്ന് രാത്രി ഉറങ്ങാൻ കിടന്ന കുട്ടി പിന്നീട് ഇന്നലെ രാവിലെ അച്ഛൻ വന്ന് വിളിക്കുന്ന സമയത്ത് എഴുന്നേൽക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇവർ ആദ്യം ഈ വിവരം പുറത്തറിയിക്കുന്നത്. പിന്നീട് നടത്തിയ പരിശോധനയിൽ കുട്ടിയുടെ ദേഹത്ത് മുറിവ് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിരുന്നു. പോസ്റ്റ്മോർട്ടത്തിലാണ് കുട്ടിയെ ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത് എന്നുള്ളൊരു വിവരം പുറത്തു വരുന്നത്. ഈ കുട്ടിയുടെ രണ്ടാനമ്മയാണ് കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ളൊരു കാര്യം പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാനമ്മയായിട്ടുള്ള അനീഷയെ പോലീസ് അറസ്റ്റും ചെയ്തിട്ടുണ്ട്. ഈ രണ്ടാനമ്മ കുട്ടിയുടെ മൂക്കും വായും പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നു എന്നുള്ളൊരു വിവരമാണ് പോലീസ് പങ്കുവെക്കുന്നത്. അതേസമയം തന്നെ മിനിഞ്ഞാന്ന് രാത്രിയിൽ ഇവരുടെ വീട്ടിലെത്തിയ ചില ആളുകളെയും പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. ഒരു മുസ്ലിം പണ്ഡിതനായിട്ടുള്ള ആളും തലേദിവസം രാത്രി ഇവരെ എത്തുകയും ഇവിടെ വീട്ടിൽ ചില ആചാരപരമായിട്ടുള്ള ചില ചടങ്ങുകൾ നടത്തിയിരുന്നു. ഇത് ദുർമന്ത്രവാദം തന്നെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. കൂടുതൽ ഇങ്ങനെ വെളിവായി വരികയാണ്.